ഇപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു കമ്പനി വന്നു. നമുക്ക് ഇനി വിവിധങ്ങളായ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ താഴെ കാണിക്കുന്ന ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഓരോന്നും നോക്കിക്കോളൂ. GSTയുടേതായ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരും. അത് നമ്മൾ എല്ലാം കൊടുക്കില്ല. മീൻസ് നമുക്ക് സൺഡേ ഡെപ്റ്ററോ സൺഡേ ക്രെഡിറ്ററിനോ മാത്രമേ GST കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ സൺഡേ ഡെപ്റ്ററും സൺഡേ ക്രെഡിറ്ററും അല്ലാത്ത ലെഡ്ജറുകളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ആദ്യത്തെ ലെഡ്ജർ എന്താ? ഓക്കെ, നമ്മൾ എവിടെയൊക്കെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം? നമ്മൾ ലെഡ്ജറിലെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ആണ് കൊടുക്കുന്നത്. അതിനകത്ത് ലെഡ്ജർ. സോ ആദ്യമായിട്ട് ഏത് ലെഡ്ജർ എടുക്കുന്ന? ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചർ ആണ് എടുക്കുക. Ctrl+C, Alt+Tab, Ctrl+V. ഇത് വരുന്നത് ഫിക്സഡ് അസറ്റിലാണ്. ഓക്കെ, ഇവിടെ അസസബിൾ വാല്യൂ കാൽക്കുലേഷൻ നോട്ട് ആപ്ലിക്കബിൾ ആണ്. GST ആപ്ലിക്കബിലിറ്റിയും നോട്ട് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഒന്നിനും GST കൊടുക്കുന്നതല്ല. കാരണം ഇതെല്ലാം പഴയ ഫർണിച്ചറുകൾ, പഴയ ഫിക്സഡ് അസറ്റ്സ് ആണ്. പുതിയതായിട്ട് ഒരു ഫർണിച്ചറോ ഫിക്സഡ് അസറ്റോ മേടിക്കുമ്പോൾ നമ്മൾ GST കൊടുക്കാം. ഓക്കെ, ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനിൽ നേരിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് GST കൊടുക്കാം. തൽക്കാലം നമുക്ക് GST കൊടുക്കുന്നില്ല. ഓക്കെ, കർണാടക നോട്ട്. ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ അൺരജിസ്റ്റേർഡ് ഓർ കൺസ്യൂമർ ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലോൺ ഫ്രം ICICI ബാങ്ക് ആണ്. Ctrl+C, Alt+Tab, Ctrl+V. ഇതാണ് ലോൺ ഫ്രം. ലോൺ ആസ് ലയബിലിറ്റി ആണ്. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ ആണ്. അൺരജിസ്റ്റേർഡ് ഓർ കൺസ്യൂമർ. സോറി, ഇതിന് രണ്ടിനും നമ്മൾ ബാലൻസ് കൊടുത്തില്ല. സോ നമ്മളൊന്ന് പേജപ്പ് അടിക്കുകയാണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് നമ്മൾ ബാലൻസ് കൊടുത്തില്ല, ബാലൻസ് കൊടുക്കുകയാണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന്റെ ബാലൻസ് എത്രയായിരുന്നു? 1,05,000 ആണ്. 1,05,000. ഓക്കെ, അത് പേജപ്പ് അടിച്ച് നമുക്ക് ലോൺ ഫ്രം ICICI ബാങ്കിന് വേണ്ടി കൊടുക്കാം. ലോൺ ഫ്രം ICICI ബാങ്കിന്റെ ബാലൻസ് എത്രയായിരുന്നു? 65,000 ആണ്. 65,000. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്, അത് നമുക്ക് പിന്നീട് കൊടുക്കാം. ആക്സിസ് ബാങ്ക്. ബാങ്ക് കൺസേൺ ബാങ്ക് അക്കൗണ്ട് ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് കൊടുക്കാവുന്നതാണ്. സെൽഫ് ഓർഡർ ബാങ്ക് കോൺഫിഗറേഷൻ നോ. ആക്സിസ് ബാങ്ക് കർണാടകയിലാണെന്നുള്ളത് മാത്രം കൊടുക്കുക. GST സാധാരണഗതിയിൽ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 6,30,000. 6,30,000. ഓക്കെ, P&L നമ്മൾ ഓക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി ആണ് അടുത്തത്. ഇത് വരുന്നത് കറന്റ് ലയബിലിറ്റിയിലാണ്. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ. ഔട്ട്സ്റ്റാൻഡിംഗ് റെഗുലർ അല്ല, അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ ആണ്. ഓപ്പണിംഗ് ബാലൻസ് എത്ര? 22,800. 22,800. ഓക്കെ, നെക്സ്റ്റ് P&L ആണ്. P&L നമുക്കറിയാം, നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾട്ടർ ചെയ്താൽ മതി. സോ നമുക്ക് ഓൾട്ടർ ചെയ്യാം പിന്നീട്. സോ പെറ്റി ക്യാഷ്. ഓക്കെ, പെറ്റി ക്യാഷ് will comes under cash in hand. ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 30,000 ആണ്. സോ 30,000. ഓക്കെ, നൗ റിമൈനിങ് എമൗണ്ട് ആണ് ക്യാപിറ്റൽ. സോ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ഓൾട്ടർ ചെയ്തിട്ട് വീണ്ടും ക്യാപിറ്റൽ ചെയ്യാൻ വരാം. ഓക്കെ, നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡും കൊടുക്കാനുണ്ട്, P&L കൊടുക്കാനുണ്ടല്ലോ. അത് ഓൾട്ടർ ചെയ്തിട്ട് തിരിച്ച് ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി വരാം നമുക്ക്, കേട്ടോ. സോ കം ടു ഓൾട്ടർ ലെഡ്ജർ. നമുക്ക് എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. ക്യാഷിന് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ക്യാഷ് ഇൻ hand. Cash in hand comes under cash in hand.
ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? ക്യാഷ് ഇൻ ഹാൻഡിന്റെ 65,000, 65,000 അല്ലെ, 65,000 ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മൾ ഡെബിറ്റ് ചെയ്തു. വീണ്ടും P&L ആണ് ചെയ്യേണ്ടത്. കംസ് അണ്ടർ പ്രൈമറി അല്ല. ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? P&Lന്റെ 75,000, 75,000 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഒരെണ്ണം ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലോ? ഇവിടെ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഓൾട്ടർ മെനുവിൽ നിന്നും നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? റിമൈനിങ് എമൗണ്ട് എത്ര? റിമൈനിങ് എമൗണ്ട് 6,67,200 രൂപയാണ് നമ്മൾ ഡിഫറൻസ്. സോ 6,67,200 ഇവിടെ കൊടുക്കാം. 6,67,200 ഓക്കെ അല്ലേ? ബാലൻസ് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യും. ഗേറ്റ് വേ ഓഫ് ടാലി, come to display more reports, trial balance. Okay, Alt F1. Done. Thank you.